ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സദ്ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സംപൂജ്യരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ ഈ ഭൂലോക വൈകുണ്ഠത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വാസുദേവകൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. ഇന്ന് വളരെയേറെ പവിത്രമായ ദിനം, അക്ഷയ തൃതീയ. വൈശാഖമാസം സമ്പൂർണമായിട്ടും പവിത്രമാണ്. അങ്ങേയറ്റം ഈശ്വര ഉപാസനത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സന്ദർഭമാണ്. ആ വൈശാഖമാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അക്ഷയ തൃതീയ. വൈശാഖമാസം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അക്ഷയ തൃതീയയുടെ പൂജാദികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. വൈകുണ്ഠമായിരിക്കുന്ന ഗുരുവായൂരമ്പലത്തിലും അതിരാവിലെ മുതൽ അക്ഷയ തൃതീയയുടെ അനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വൈശാഖമാസം വിശാഖ നക്ഷത്രത്തിൽ പൗർണമി വരുന്നതായ മാസമാണ് വൈശാഖം. ഇത് മാധവമാസം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മാസത്തിൻ്റെ അക്ഷയ തൃതീയ തുടങ്ങിയതായ തിഥികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പുരാണങ്ങളിൽ വളരെ വിശദമായ വർണ്ണനകൾ കേൾക്കാം. അത് പത്മപുരാണത്തിലും അതേപോലെ തന്നെ സ്കന്ദപുരാണത്തിലും
അഗ്നിപുരാണത്തിലും ഒക്കെ ഈ മാസം എങ്ങനെ ആചരിക്കണം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അതിരാവിലെ തന്നെ സ്നാനം ചെയ്ത് ഭഗവാന്റെ നാമങ്ങൾ വളരെയേറെ ഭക്തിയോടുകൂടി ജപിച്ച് ഭഗവത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നമ്മുടെ വീടിന് സമീപമുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ദർശനം നടത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലം തുടങ്ങിയ പവിത്ര സ്ഥാനങ്ങളിൽ ദർശനം നടത്തി ഭഗവാന്റെ പൂജകൾ വളരെ ഭക്തിയോടുകൂടിയിട്ട് നിർവഹിച്ച് വീട്ടിലും അതേ പ്രകാരത്തിൽ ഭഗവത് പൂജകൾ നിർവഹിച്ച് ഭഗവൻ നാമമന്ത്രങ്ങൾ ശ്രദ്ധയോടുകൂടിയിട്ട് ജപിച്ച് ഭഗവത് കഥകൾ, ഇതിഹാസ പുരാണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് പാരായണം ചെയ്ത് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ തത്വങ്ങളെ ഹൃദയത്തിൽ നിറച്ച് നമ്മുടെ മനസ്സിൽ ഭഗവാനിലുള്ളതായ ഭക്തിയെ പരിധിയില്ലാത്ത രീതിയിൽ വളർത്തുക, അതാണ് ഈ മാസത്തിൽ മുഖ്യമായും നാം ചെയ്യേണ്ടത്. ഭഗവത് പൂജ നാം നടത്തുന്ന അവസരത്തിൽ നമ്മെക്കൊണ്ട് കഴിയുന്ന പ്രകാരത്തിൽ സജ്ജനങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള പുണ്യപദാർത്ഥങ്ങൾ സമ്പത്തായിട്ടും അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളായിട്ടും നമ്മെക്കൊണ്ട് കഴിയുന്ന പ്രകാരത്തിൽ ദാനം ചെയ്യുക എന്നുള്ളതും ഈ വൈശാഖ മാസത്തിലെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനമാണ്. അന്നദാനാദികളെല്ലാം എത്രമാത്രം സാധിക്കുമോ അത്രയും നാം നിർവഹിക്കണം എന്ന് മാത്രമല്ല, ശ്രദ്ധയോടുകൂടിയിട്ട് ഭക്തിയോടുകൂടിയിട്ടാണ് ദാനം ചെയ്യേണ്ടത്. അത് ദാനം എന്ന വാക്കുകൊണ്ട് പറയുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന പൂജയാണ്. ഇങ്ങനെ ഈ വൈശാഖ മാസം മുഴുവൻ പൂജയും അനുഷ്ഠാനങ്ങളും ഭഗവത് കഥാ പാരായണവും ഭഗവത് കഥാശ്രവണവും അതേപോലെ ഭഗവത് കഥാ പഠനവും ഒക്കെയായിട്ട് ജീവിതത്തെ ധന്യമാക്കണം. തീർത്ഥ സ്ഥാനങ്ങളിൽ നാം എത്തിച്ചേർന്ന് അവിടെയുള്ളതായ വിശേഷപ്പെട്ടതായ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ളതായ ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഈ തൃതീയ, വെളുത്തപക്ഷത്തിലെ ഈ തൃതീയ, അക്ഷയ തൃതീയ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്നതായ അനുഷ്ഠാനങ്ങൾ, ഭക്തിനിർഭരമായ അനുഷ്ഠാനങ്ങൾ വളരെയേറെ പ്രയോജനത്തെ നമുക്ക് നൽകുന്നു. അത് ഈ ഭൗതിക മണ്ഡലത്തിലും നൽകും. ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുന്ന, ഈ ദിവസം ചെയ്യുന്നതായ അനുഷ്ഠാനങ്ങൾ വളരെയേറെ പ്രയോജനങ്ങൾ ചെയ്യും. ആ പ്രയോജനങ്ങൾ ഒരിക്കലും ഇല്ലാതാവില്ല. അതാണ് അക്ഷയം, ക്ഷയിക്കാത്തത്. നാം പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ പുണ്യകർമ്മങ്ങളുടെ ഫലം നമ്മിൽ വന്നു ചേരും. അതിൻ്റേതായിട്ടുള്ള പുണ്യമയമായിട്ടുള്ള സുഖാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും രാഷ്ട്രജീവിതത്തിലും ഒക്കെ ആ പുണ്യമയമായ അനുഭവങ്ങൾ വന്നു ചേരും. അങ്ങനെ ആ പുണ്യത്തിൻ്റെ ഫലം നാം അനുഭവിക്കുമ്പോൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ആ ബാങ്ക് ബാലൻസ് ക്രമേണ കുറഞ്ഞു വരും. അതാണ് സ്വാഭാവികം. പക്ഷേ ഈ ദിവസം നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലത്തിന് ഒരു കുറവും വരില്ല. അതാണ് അക്ഷയം. ചെയ്യുന്നതായ പുണ്യകർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല. അത് ശാശ്വതമായിട്ട് നമ്മുടെ പ്രാണങ്ങളുടെ, നമ്മുടെ ആത്മാവിൻ്റെ, അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേയസ്സിന് പ്രയോജനപ്പെടും. ഭൗതിക മണ്ഡലത്തിലും പ്രയോജനപ്പെടും, ലൗകിക ജീവിതത്തിലും അത് പ്രയോജനപ്പെടും. നാം എന്തൊക്കെ നന്മകളാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമ്മിൽ എത്തിക്കുന്നതിന് ഈ ദിവസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം വളരെയേറെ നമ്മെ അനുഗ്രഹിക്കും.
എന്ന് മാത്രമല്ല, അധ്യാത്മമായ മണ്ഡലത്തിലും ഇതിൻ്റെ പ്രയോജനം വന്നു ചേരുന്നു. അക്ഷയ തൃതീയ എന്നുള്ള വാക്കിനകത്ത് തന്നെ അതുണ്ട്. അക്ഷയമായിട്ടുള്ള ഫലത്തെ അത് നൽകുന്നു. ക്ഷയിക്കാത്ത ഫലങ്ങളെ അത് നൽകുന്നു. ക്ഷയിക്കാത്ത, സമ്പൂർണമായി ക്ഷയിക്കാത്ത ഫലം, അത് ബ്രഹ്മാസ്വാദമാണ്. യാതൊരു മാറ്റങ്ങളും പരമാത്മാവിനില്ല. ആ പരമാത്മാവാണ് ഇവിടെ ഗുരുവായൂരപ്പനായിട്ട്, വാസുദേവകൃഷ്ണനായിട്ട് കുടികൊള്ളുന്നത്. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. പൂന്താനത്തെ പോലെ, കുറൂരമ്മയെ പോലെ എത്രയോ ഭക്തജനങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അങ്ങനെ ആ ഗുരുവായൂരപ്പനിൽ എത്തിച്ചേരുക, അതാണ് ജീവിതത്തിലെ പരമമായിരിക്കുന്ന ലക്ഷ്യം. അതിന് ഈ ദിവസം നാം ചെയ്യുന്നതായ പുണ്യകർമ്മങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടുന്നു. അതാണ് അക്ഷയമായ ഫലം നൽകുന്നു. അക്ഷയം എന്നുള്ള വാക്കിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ബ്രഹ്മം എന്നർത്ഥം. ക്ഷയിക്കാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റങ്ങളില്ലാത്തത് ഒന്നേ ഉള്ളൂ. അത് നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. അങ്ങനെയുള്ളതായ ബ്രഹ്മാനുഭവം വരെ കൊണ്ടെത്തിക്കും. ലൗകികമായ നേട്ടങ്ങളും നമുക്ക് നൽകും. അതേപോലെ തന്നെ ജീവിത സുഖങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ പരമമായിരിക്കുന്ന അനുഭൂതിയെയും അത് നമുക്ക് നൽകും. ഈ അക്ഷയ തൃതീയ മുതൽ ഈ വൈശാഖ മാസത്തിലെ എല്ലാ ദിവസവും ഇവിടെ ഭാഗവതത്തെ ആസ്പദമാക്കിയുള്ളതായ പ്രഭാഷണങ്ങൾ നടക്കും.